ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനം. ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ആഗോളതല പ്രചാരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ഇന്ന് പങ്കെടുക്കും. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്. ഭക്തിസാന്ദ്രമായി തിരുവനന്തപുരം. പാകിസ്ഥാനിൽ വിഘടനവാദികൾ റാഞ്ചിയ ട്രെയിനിൽ ബന്ദികളാക്കിയ 345ഓളം പേരെ മോചിപ്പിച്ചതായി സുരക്ഷാസേന. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ സന്ദർശനത്തിൽ തീരുമാനമായി. സമുദ്ര സുരക്ഷ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക കറൻസികളിൽ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള 8 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്. മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര രാങ്കുലവും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകളിലാണ് തീരുമാനം. ചർച്ചകൾക്ക് ശേഷം ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കായുള്ള ഇന്ത്യയുടെ പുതിയ ദർശനം ശ്രീ മോദി പ്രഖ്യാപിച്ചു. സന്ദർശനവേളയിൽ മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വച്ച് ഇന്ത്യ മൌറീഷ്യസ് പങ്കാളിത്തത്തിന് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് ശ്രീ മോദിക്ക് മൌറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ചു. അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് സർവീസ് ആന്റ് ഇന്നൊവേഷൻ പ്രധാനമന്ത്രി മോദിയും പ്രധാനമന്ത്രി രാങ്കുലവും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പഠനം, ഗവേഷണം, പൊതുസേവനം എന്നിവയ്ക്കുള്ള കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭയുടെ അംഗീകാരം ലഭിച്ചതോടെ 2024 എണ്ണപ്പാട നിയന്ത്രണ വികസന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. 1948 എണ്ണപ്പാട നിയന്ത്രണ വികസന നിയമം ഭേദഗതി ചെയ്യുന്നതിനായാണ് ബിൽ കൊണ്ടുവന്നത്. പ്രകൃതിദത്ത ഹൈഡ്രോ കാർബൺ, കോൾ ബെഡ് മീഥെയ്ൻ, ഷെയിൽ ഗ്യാസ് എന്നിവ ഉൾപ്പെടുന്ന മിനറൽ ഓയിലുകളുടെ നിർവചനം ബിൽ വിപുലീകരിക്കുന്നു. നിലവിൽ 40 രാജ്യങ്ങളിൽ നിന്നാണ് പെട്രോളിയം പ്രകൃതിവാതകങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതെന്ന് ലോക്സഭയിൽ നടന്ന ചർച്ചകൾക്ക് മറുപടി പറയവെ മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഹോളി അവധി പ്രമാണിച്ച് ലോക്സഭയും രാജ്യസഭയും ഇന്നും നാളെയും ചേരില്ല. 2025 മെയ് 1 മുതൽ മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിന് മുന്നോടിയായി ആഗോളതലത്തിൽ കേന്ദ്ര സർക്കാർ പ്രചാരണം നടത്തും. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ മാധ്യമ വിനോദ മേഖലയുടെ സമന്വയത്തിന് വഴിയൊരുക്കുന്ന ആഗോള വേദിയെന്ന നിലയിലുള്ള വേവ്സിന്റെ നേട്ടങ്ങൾ വിശദമാക്കും. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ തുടങ്ങിയവർ സംബന്ധിക്കും. ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് എക്സ് സ്റ്റാർലിങ്കിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിദൂര മേഖലകളിലെ റെയിൽവേ പദ്ധതികൾക്ക് ഇത് ഉപയോഗപ്രദമാകുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ വൈഷ്ണവ് കുറിച്ചു. സ്റ്റാർലിങ്കിന്റെ സേവനങ്ങൾ സംയോജിപ്പിക്കുന്നതിനായി 2 ഇന്ത്യൻ ടെലികോം കമ്പനികൾ സ്പേസ് എക്സുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി ആശംസയറിയിച്ചത്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ലോ ലെവൽ ട്രാൻസ്പോർട്ടബിൾ റഡാർ അശ്വിനി വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഗാസിയാബാദിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി 2906 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യയുടെ വ്യോമനിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ച റഡാർ രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ്. അതിവേഗ യുദ്ധവിമാനങ്ങൾ മുതൽ ആളില്ലാ ആകാശവാഹനങ്ങൾ വരെ നിരീക്ഷിക്കാൻ റഡാറിന് കഴിയും. ദുരന്ത സാഹചര്യങ്ങളിൽ ഉൾപ്പെടെ അയൽരാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിൽ ഇന്ത്യ എപ്പോഴും മുൻപന്തിയിലാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മഡഗാസ്കറിന്റെ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജസ്റ്റിൻ ടോക്ലിയുടെ നേതൃത്വത്തിൽ മഡഗാസ്കറിൽ നിന്നുള്ള പാർലമെന്ററി പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ശ്രീ ബിർള ഇത് വ്യക്തമാക്കിയത്. വ്യാപാരം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ ഇന്ത്യയും മഡഗാസ്കറും തമ്മിൽ ആഴത്തിലുള്ള ബന്ധം പങ്കിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാവസായിക ഉത്പാദന സൂചിക പ്രകാരം ഇന്ത്യയുടെ വ്യാവസായിക ഉത്പാദന വളർച്ച ജനുവരി മാസം 5% ഉയർന്നു. ഡിസംബറിൽ ഇത് 3.2%. സ്റ്റാറ്റിസ്റ്റിക്സ് ആന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പ്രതിപാദിക്കുന്നത്. ജനുവരിയിലെ കണക്കനുസരിച്ച് IIPയുടെ 3 പ്രധാന ഘടകങ്ങളിൽ ഉത്പാദനം 5.5%, ഖനന പ്രവർത്തനങ്ങളിൽ 4.4%, വൈദ്യുതി ഉത്പാദനം 2.4% വളർന്നു.
ഏപ്രിൽ 1 മുതൽ അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സ്റ്റീൽ, അലുമിനിയം ഉത്പന്നങ്ങൾക്ക് അമേരിക്ക 25% വരെ തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിന്റെ വ്യവസായങ്ങളെ സംരക്ഷിക്കാനാണ് നടപടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്തിമ കണക്കനുസരിച്ച് ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ 1.97 ലക്ഷം കോടിയുടെ നിക്ഷേപമെത്തിയെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. 5,59,144 തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പതിനായിരങ്ങളാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. തലസ്ഥാന നഗരിയിലാകെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒരു റിപ്പോർട്ട്. 9:45 ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം പരാമർശിക്കുന്ന ഭാഗം തോറ്റംപാട്ടുകാർ ആലപിച്ചാലുടനെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ പകരും. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി പോലീസ് അറിയിച്ചു. ഇന്നലെ ഉച്ച മുതൽ നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം പൊങ്കാല കഴിയും വരെ തുടരും. കുടിവെള്ള വിതരണവും അന്നദാനവും നടത്തുന്നിടത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തും. ഭക്തജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഹരിതചട്ടങ്ങൾ പാലിക്കണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്ഥാനത്ത് ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ക്ഷീണം, തലവേദന, തലകറക്കം, ശ്വാസതടസ്സം തുടങ്ങിയവ ഉണ്ടായാൽ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും വേണമെന്നും നിർദ്ദേശിച്ചു. പൊങ്കാലയിടുന്ന ഭക്തർ ട്രാൻസ്ഫോമറുകൾ, അനുബന്ധ ഉപകരണങ്ങൾ, പോസ്റ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് യൂണിറ്റുകൾ എന്നിവയിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കണമെന്ന് KSEBയും മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാനിൽ ട്രെയിനിൽ ഭീകരർ ബന്ദികളാക്കിയ 345ഓളം പേരെ മോചിപ്പിച്ചു. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് 400ലധികം യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ട്രെയിൻ റാഞ്ചിയത്. 50 ഭീകരർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു. രക്ഷാപ്രവർത്തനം പൂർത്തിയായതായി സുരക്ഷാസേന അറിയിച്ചു. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി സായുധ പോരാട്ടം നടത്തുന്ന വിഘടനവാദ സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. 10 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസ് ഇതിനകം ടൂർണമെന്റിന്റെ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. അമേരിക്കയും യുക്രൈനും തമ്മിൽ നടന്ന വെടിനിർത്തൽ ചർച്ച സംബന്ധിച്ച് അമേരിക്കയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾക്കായി റഷ്യ കാത്തിരിക്കുകയാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. സൌദിയിലെ ജിദ്ദയിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ കൈമാറുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സും അറിയിച്ചതായും ക്രെംലിൻ വക്താവ് പറഞ്ഞു. 30 ദിവസത്തെ ഇടക്കാല വെടിനിർത്തലിനുള്ള US നിർദ്ദേശം അംഗീകരിക്കാൻ യുക്രൈൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഡിജി യാത്രാ പദ്ധതിയിൽ തിരുവനന്തപുരം, മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായി അദാനി എയർപോർട്ട്സ് ലിമിറ്റഡ്. മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യയിലൂടെ യാത്രക്കാർക്ക് കടലാസ്രഹിതവും തടസ്സരഹിതവുമായ യാത്രാനുഭവം ഡിജി യാത്രയിലൂടെ ലഭിക്കും. വിവിധ ടച്ച് പോയിന്റുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഡിജി യാത്ര സഹായിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനം. ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ആഗോളതല പ്രചാരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ഇന്ന് പങ്കെടുക്കും. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്. ഭക്തിസാന്ദ്രമായി തിരുവനന്തപുരം. പാകിസ്ഥാനിൽ വിഘടനവാദികൾ റാഞ്ചിയ ട്രെയിനിൽ ബന്ദികളാക്കിയ 345ഓളം പേരെ മോചിപ്പിച്ചതായി സുരക്ഷാസേന. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.